പടർന്നു. ആ വാർത്ത ഗിഫാർ ഗോത്രക്കാരുടെ ഇടയിലും എത്തി. വാർത്ത കേൾക്കാനിടയായ അബൂ സാർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, താൻ ഇത്രയും നാൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന്. അദ്ദേഹം തന്റെ സഹോദരനോട് ഹിജാസിൽ പോയി പ്രവാചകനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ദൗത്യത്തെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു. സഹോദരൻ മക്കയിലേക്ക് പോയി അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ വാർത്ത ശേഖരിച്ചു. അബൂ സാർ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരനിൽ നിന്നുമുള്ള വാർത്തകളും റിപ്പോർട്ടുകളും പ്രോത്സാഹജനകമാണെന്ന് കണ്ടെത്തി. ഇതോടെ അബൂ സാർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി കാണാൻ തീരുമാനിച്ചു. ഈ സമയത്ത് വളരെ കുറച്ചു പേർ മാത്രമേ പ്രവാചകന് അനുയായികളായി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം പ്രവാചകനെ കാണാൻ മക്കയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ആദ്യം കണ്ടത് ഇമാം അലി ബിൻ അബൂ ത്വാലിബിനെയായിരുന്നു. അദ്ദേഹം അബൂ സാർ റളിയല്ലാഹു അൻഹുവിനെ അബൂ ത്വാലിബിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അബൂ ത്വാലിബ് അദ്ദേഹത്തെ ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് ശക്തമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം അവസാനം പ്രവാചകനെ കണ്ടുമുട്ടുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട നിമിഷം അദ്ദേഹം പ്രവാചകന് സലാം പറഞ്ഞു. ഇസ്ലാമിൽ പരസ്പരം സലാം പറയുന്ന സംസ്കാരത്തിന് വളരെ മുൻപായിരുന്നു അത്. പ്രവാചകന്റെ സൗന്ദര്യവും സ്വഭാവവും അബൂ സാർ റളിയല്ലാഹു അൻഹുവിനെ വളരെയധികം ആകർഷിച്ചു. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദാസനും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പിന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും ഇസ്ലാം സ്വീകരിച്ചു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരും യാ റസൂലല്ലാ എന്ന് അഭിസംബോധനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് എന്ന അർത്ഥം വരുന്ന യാ ഹബീബി എന്നായിരുന്നു അഭിസംബോധനം ചെയ്തിരുന്നത്. അബൂ സാർ ഗഫാരി റളിയല്ലാഹു അൻഹു കുറച്ചു ദിവസം മക്കയിൽ താമസിച്ചു. അദ്ദേഹം മക്കയിൽ താമസിച്ചിരുന്ന ആ സമയത്ത് ആരാധനാലയത്തിനടുത്ത് വെച്ച് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ശത്രുക്കൾ അദ്ദേഹത്തെ വളയുകയും അടിക്കുകയും ചെയ്തിരുന്നു. അത്തരം സമയത്ത് പലപ്പോഴും പ്രവാചകന്റെ അമ്മാവൻ അൽ അബ്ബാസ് ഇബ്നു അബ്ദുല്ലാഹ് മുത്തലിബ് ആയിരുന്നു അദ്ദേഹത്തെ രക്ഷിച്ചിരുന്നത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പ്രവാചകനെ വിശദമായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ പ്രവാചകൻ അബൂ സാർ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഗോത്രത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. മദീനയിൽ മുസ്ലിം സമുദായം സ്ഥാപിക്കുന്നത് വരെ അവിടെ തങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മടങ്ങിപ്പോകാൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം തന്റെ കുടുംബത്തിലേക്ക് മടങ്ങുകയും തന്റെ സ്വാധീനം ഉപയോഗിച്ച് മുഴുവൻ കുടുംബാംഗങ്ങളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അബൂ സാർ ഗഫാരി റളിയല്ലാഹു അൻഹു മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതനായിരുന്നു. അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു. അബൂ സാർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ സഹോദരനും തന്റെ ഗോത്രവർഗക്കാർക്കിടയിൽ അവരുടെ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവിടെയുള്ള യുവാക്കൾ അബൂ സാർ റളിയല്ലാഹു അൻഹുവിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്റെയും ഈ പുതിയ വിശ്വാസത്തെ ഇഷ്ടപ്പെട്ടില്ല. അവർ അവരുടെ വിരോധം അദ്ദേഹത്തിനോടും സഹോദരനോടും പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇത് താങ്ങാവുന്നതിലപ്പുറം എത്തിയപ്പോൾ അവർ ഗോത്രത്തലവന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. അവരുടെ ഗോത്രവർഗക്കാർക്കിടയിൽ അബൂ സാർ റളിയല്ലാഹു അൻഹുവിന് നല്ല ബഹുമാനമായിരുന്നു. ഗോത്രത്തലവൻ അവരെ അങ്ങോട്ട് വിളിപ്പിച്ചു. അബൂ സാർ റളിയല്ലാഹു അൻഹുവും സഹോദരനും അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു നിന്നു. ഗോത്രത്തലവൻ സഹോദരന്മാരുണ്ടാക്കിയ കുഴപ്പങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അബൂ സാർ റളിയല്ലാഹു അൻഹു ആദരവോടും ബഹുമാനത്തോടും കൂടി തെളിവ് സഹിതം വാദിച്ചു. അബൂ സാർ റളിയല്ലാഹു അൻഹുവിന്റെ നീണ്ടുനിന്ന വാദം ഗോത്രത്തലവൻ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു സമയം സഹോദരന്മാരുടെ പുതിയ വിശ്വാസത്തെ കുറിച്ചായിരുന്നു ചർച്ച. അതിനുശേഷം താനും ഇസ്ലാം മതം സ്വീകരിക്കാൻ പോകുകയാണെന്ന് ഗോത്രത്തലവൻ പ്രഖ്യാപിച്ചു. ഈ സംഭവം ഗോത്രവർഗത്തിലെ എല്ലാവരിലും ഞെട്ടലുണ്ടാക്കി. ഇവിടെ അസാധാരണമായതെന്തോ നടക്കാൻ പോകുകയാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ അബൂ സാർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകനെയും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ പോയി. പ്രവാചകനെയും അദ്ദേഹത്തിന്റെ ദൗത്യത്തെ കുറിച്ച് നിരവധി പേരെ അവർ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ആ സംഭവത്തിന് ശേഷം ധാരാളം ചെറുപ്പക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചു. അബൂ സാർ റളിയല്ലാഹു അൻഹു തന്റെ ജനങ്ങളെ ഇസ്ലാം മതം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം മദീനയിലുണ്ടായിരുന്ന ഏതാനും വർഷങ്ങൾ ഇമാം അലി ഇബ്നു അബി താലിബുമായി വളരെ നല്ല ഒരു സൗഹൃദത്തിലായിരുന്നു. സൽമാൻ അൽ ഫർസി റളിയല്ലാഹു അൻഹു, അബൂ സാർ ഗഫാരി റളിയല്ലാഹു അൻഹു
മിഖാദ് ബിൻ അസ്വാദ് റളിയല്ലാഹു അൻഹു, അമ്മർ യാസിർ റളിയല്ലാഹു അൻഹു എന്നീ 4 പേർ എപ്പോഴും ഇമാം അലി ബിൻ അബി ത്വാലിബിന്റെ കൂടെ കാണുമായിരുന്നു. ഹിജ്റ 9-ാം വർഷം റോമക്കാരെ നേരിടാൻ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ സൈനിക പ്രവർത്തനത്തിന് തയ്യാറായി. കാരണം അവർ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുന്നതായി പ്രവാചകൻ അറിയാനിടയായി. തബൂക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു. മദീനയുടെ ഭരണാധികാരിയായി ഇമാം അലി ബിൻ അബി താലിബ് നിയമിതനായി. അബൂ സർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഒട്ടകങ്ങളെ തയ്യാറാക്കുകയും അതിന്റെ പുറത്ത് അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കുകയും ചെയ്തു. അവർ യാത്ര പുറപ്പെട്ടു. എന്നാൽ അബൂ സർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകം വളരെ പ്രായം ചെന്നതും അവശനുമായിരുന്നു. മറ്റൊട്ടകങ്ങളോടൊപ്പം നടന്നെത്താൻ കഴിയുമായിരുന്നില്ല. കുറെ ദൂരം യാത്ര ചെയ്തപ്പോൾ അബൂ സർ റളിയല്ലാഹു അൻഹു കുറെ ദൂരം പുറകിലായി. അപ്പോൾ അദ്ദേഹം ആ ഒട്ടകത്തെ അവിടെ ഉപേക്ഷിച്ച് സാധനങ്ങളെല്ലാം സ്വന്തം ചുമലിലേറ്റി യാത്ര തുടർന്നു. ആളുകൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. അദ്ദേഹം ദൗത്യത്തിൽ നിന്നും പിൻവാങ്ങി എന്നാണ് അവർ കരുതിയത്. അവർ അദ്ദേഹത്തെ തിരഞ്ഞു. അപ്പോൾ ചുമലിൽ ബാഗുമേന്തി നടന്നു വരുന്ന അബൂ സർ റളിയല്ലാഹു അൻഹുവിനെ അവർ കണ്ടു. അവർ പ്രവാചകന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി നടന്ന കാര്യങ്ങൾ പ്രവാചകനെ അറിയിച്ചു. ദൂരെ നിന്നും അങ്ങോട്ട് നടന്നു വരുന്ന അബൂ സർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു: ഇതെന്റെ സഹാബി അബൂ സർ ആണ്. അദ്ദേഹം ഏകനായി നടക്കുന്നു, ഏകനായി ജീവിക്കുകയും ഒരു ദിവസം ഏകനായി മരിക്കുകയും ചെയ്യും. ഇറാഖിൽ നിന്നുള്ള അപരിചിതരായ ഒരു സംഘം ആളുകൾ അദ്ദേഹത്തിന്റെ മയ്യത്തിനെ പരിപാലിക്കുകയും ഖബറടക്കം നടത്തുകയും ചെയ്യും. ആളുകൾ തന്നെ കാത്തു നിൽക്കുന്നത് അബൂ സർ റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം അവരോടൊപ്പം ചേരുകയും യാത്ര തുടരുകയും ചെയ്തു. അദ്ദേഹം നല്ലൊരു ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കും ഇബാദത്തിനും വേണ്ടിയായിരുന്നു കൂടുതലും ചിലവഴിച്ചിരുന്നത്. വളരെ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം ചിലപ്പോൾ കുറച്ച് ഈന്തപ്പഴങ്ങൾ മാത്രമായിരുന്നു ഒരു ദിവസം കഴിച്ചിരുന്നത്. എപ്പോഴും അദ്ദേഹം എന്താണ് ഒരു ജോഡി വസ്ത്രം മാത്രം ധരിക്കുന്നത് എന്നും ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു. അബൂ സർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മറുപടി നൽകി: എനിക്ക് മറ്റൊരു ജോഡി വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ ആവശ്യമുള്ള ഒരാളെ ഞാൻ കണ്ടപ്പോൾ അത് അയാൾക്ക് കൊടുത്തു. ഒരു ജോഡി വസ്ത്രം പോലും ഇല്ലാത്ത ഒരാളെ കാണുമ്പോൾ എനിക്കെങ്ങനെ ഒരു ജോഡി വസ്ത്രം സൂക്ഷിക്കാനാകും? അദ്ദേഹത്തിന്റെ മറുപടി ആ മനുഷ്യനെ അത്ഭുതപ്പെടുത്തി. അബൂ സർ റളിയല്ലാഹു അൻഹു ഒരു മഹാനായ മനുഷ്യനാണെന്നും അതേസമയം ഒരു സാധാരണക്കാരനാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. സിറിയയിലെ അമീർ ഒരിക്കൽ അബൂ സർ റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ 300 ദിനാർ അദ്ദേഹത്തിന് കൊടുത്തയച്ചു. അദ്ദേഹം ആ പണം സ്വീകരിച്ചില്ല. അദ്ദേഹം അത് തിരിച്ചു നൽകിക്കൊണ്ട് അമീറിന്റെ ദാസനോട് ഇങ്ങനെ പറഞ്ഞു: എന്നേക്കാൾ അർഹരായ ആളുകളെ കണ്ടെത്തി ആ പണം അവർക്ക് നൽകുക. അദ്ദേഹം ഒരു ലളിത ജീവിതം നയിക്കുകയും മരിക്കുന്നതുവരെ അള്ളാഹുവിൽ ജീവിതം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തന്റെ ജീവിതത്തിലെ അവസാന നാളുകളിൽ അദ്ദേഹം റബ്സയിലേക്ക് മാറി. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം റബിസയിൽ താമസിച്ചു. അദ്ദേഹത്തിന്റെ മകൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ പിതാവ് മരിക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ സുരക്ഷയെക്കുറിച്ച് അവൾ ആശങ്ക പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം അവളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാകില്ലെന്ന് അവൾ ഭയന്നിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന് അള്ളാഹുവിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ മകളോട് പറഞ്ഞു: